ചന്ദനക്കുട മഹോത്സവം ചങ്ങനാശ്ശേരി 5ാമത്തെ വർഷം. ആദ്യമായിട്ട് ഞാൻ 85-ൽ ഉണ്ണിമേനോൻ്റെ ഗാനമേളയുടെ ഇടയ്ക്കാണ് അവിടെ കയറുന്നത്. 2ാമത്തെ വർഷം മാളാരവിന്ദൻ്റെ ട്രൂപ്പിൻ്റെ ഓസ്കാറിൻ്റെ കയറുന്നു. പിന്നത്തെ വർഷം 87 ആയി കഴിയുമ്പോഴേക്കും മാളാരവിന്ദൻ ഒരുമിച്ച് കയറുന്നു. പിന്നത്തെ വർഷം ഹരിശ്രീയിൽ കയറുന്നു. ഹരിശ്രീക്ക് 5ാം വർഷം അവിടെ കടിവരാണ്. ഐറ്റം ഇല്ല, തൊട്ടടുത്ത് ഒരേ ഓഡിയൻസ്, ഐറ്റം ഇല്ല. അപ്പോൾ വർഗീസേട്ടൻ ഈ ഐറ്റം കണ്ടിട്ടുണ്ട്. വർഗീസേട്ടൻ പറഞ്ഞു, രമേശ് ആ ഐറ്റം കയറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഈ ചിത്രഗീതം ഇറങ്ങിയ കാലഘട്ടമാണല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം ദൂരദർശനിൽ കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ചെയ്യണം, അങ്ങനെ പോപ്പുലർ ആകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ വെച്ചുകൊണ്ടിരുന്ന ഐറ്റമാണ്. അപ്പോൾ ഐറ്റം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അന്ന് വർഗീസേട്ടൻ പറഞ്ഞു, നീ ഇവിടെ തട്ട് ചിത്രഗീതം. അങ്ങനെയാണ് ഹരിശ്രീയുടെ വേദിയിൽ ആദ്യമായിട്ട് ചിത്രഗീതം അവതരിപ്പിക്കുക. ഹരിശ്രീയിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ഹരിശ്രീയിലേക്കുള്ള വരവ് വർഗീസേട്ടൻ, ഞാനും ജോർജിനെ എനിക്കറിയില്ല. ഞാൻ കൊച്ചിൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐക്കഫിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടന്നു, ഒരു യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനാണ്. അപ്പോൾ മിമിക്രിക്ക് ഏലൂർ ജോർജ് പങ്കെടുക്കുന്നു. അപ്പോൾ ജോർജ് മിമിക്രിക്ക് ഫസ്റ്റ്, അവന് തബലയും മൃദംഗവും ഒക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടന്മാർ, ഈ മിമിക്രി മത്സരവേദിയിൽ നടന്മാർ അല്പം താഴെയാണ്. മറ്റേ മൃദംഗമൊക്കെ ചെയ്യുമ്പോൾ പ്രകൃതി ശബ്ദമൊക്കെ അനുകരിക്കുമ്പോൾ. അതെ. അപ്പോൾ അങ്ങനെ ജോർജ് എന്നെ തോൽപ്പിച്ചു. അങ്ങനെ ജോർജിനെ ഞാൻ നോട്ടം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ നാദൃശ, ഞാൻ കൊച്ചിൻ സാക്സ്, കുനുമാവ് സാക്സ്, ആലുവ ലയം, അങ്ങനെയുള്ള ഓർക്കസ്ട്രകൾക്കൊക്കെ ഇടയ്ക്ക് ഇൻ്റർവെല്ലിന് മിമിക്രി നടത്താണ് ഞാനും സന്തോഷും. കുറുമശ്ശേരി സന്തോഷ് കലാഭവനിലുണ്ടായി, മറ്റേ ജയറാമിൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടായി, ഹരിശ്രീ ഞങ്ങളോടൊപ്പം ഉണ്ടായി, എൻ്റെ ഏകദേശ രൂപത്തിൽ നോക്കുന്ന സന്തോഷം ഒരുമിച്ചാണ് ഞങ്ങൾ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ മൗലാന ആസാദ് ക്ലബിൻ്റെ പനയപ്പള്ളിയിൽ ഒരു കോമ്പറ്റീഷൻ വരാണ്, ഓൾ കേരള കോമ്പറ്റീഷൻ വരാണ്. അപ്പോൾ ഒരു അസീഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അന്ന് ഞാൻ കൊച്ചിൻ ആർട്സ് കോളേജിൽ പഠിക്കുകയാണ്, പ്രീ ഡിഗ്രി 3rd ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്. ശങ്കര കോളേജിൽ പഠിച്ചത് 2nd ഗ്രൂപ്പ് എടുത്താണ്. അങ്ങനെ ഞങ്ങളുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യണു. ഞാനും സന്തോഷം അവിടെ ചെന്ന് കോമ്പറ്റ് ചെയ്യുന്നു. അപ്പോൾ ജഡ്ജസ് കലാപം, ഹനീഫിക്ക, അൻസാർ, ഇവരൊക്കെയാണ് ജഡ്ജസ്. അങ്ങനെ ഞങ്ങൾ അവിടെ മത്സരിക്കുമ്പോൾ ഇതേപോലെ തന്നെ മിമിക്രിക്ക് സന്തോഷിന് ഫസ്റ്റ് കിട്ടി. കാരണം സന്തോഷ് പ്രകൃതിനെയാണ് എടുക്കുന്നത്, ഞാൻ നടന്മാർ. അപ്പോൾ നോക്കുമ്പോൾ ഈ ഹനീഫിക്ക ഇപ്പോഴും കാണുമ്പോൾ പറയും, മോഹൻലാലൊക്കെ ആദ്യമായിട്ട് വേദിയിൽ വന്ന് കാണുന്നത് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് മമ്മൂട്ടിയാണ് സമ്മാനദാനം നിർവഹിച്ചത്. അങ്ങനെ ഈ അൻസാർക്ക് കലാഭവൻ ഹനീഫിക്കയും കൂടി ഞങ്ങളെ കലാഭവനിൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെയും സന്തോഷിനെയും വിളിച്ചു. അങ്ങനെ ഞാനും സന്തോഷം അവിടെ പോയി. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കണ 2nd ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന സമയത്താണ് ഈ എയർഫോഴ്സിൽ ജോലി കിട്ടിയതാണ്. കാരണം ഞാൻ NCC ഉണ്ടായിരുന്നു. ഉണ്ട്. NCCയുടെ ബെസ്റ്റ് ബൈനറ്റ് ഫൈറ്റർ ആയിരുന്നു, ബെസ്റ്റ് ഷൂട്ടർ ആയിരുന്നു, RD സെലക്ഷൻ ക്യാമ്പ് വരെ പോയിട്ടുള്ള ഇതാണ്. അപ്പോൾ എയർഫോഴ്സിൽ ജോലി കിട്ടിയപ്പോൾ പിന്നെ ആ സമയത്ത് ശങ്കര കോളേജിൽ ഒരു ഭയങ്കര സമരം, പ്രിൻസിപ്പാളിനെ മാറ്റാൻ വേണ്ടി അധ്യാപകർ ഒരു 2 മാസം സമരം. അപ്പോൾ എനിക്ക് അതിൽ ജോലി കിട്ടിയേക്കല്ല, പരീക്ഷ ഒന്നും എഴുതണ്ടല്ല. അപ്പോൾ എന്നൊക്കെ കരുതിയിരുന്നപ്പോൾ നല്ല ട്രേഡ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ജോലിക്ക് പോയില്ല. ജോലിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി അവിടെ വെച്ച് 2nd ഗ്രൂപ്പ് അല്ലേ, അങ്ങനെ ഞാൻ 3rd ഗ്രൂപ്പ് എടുത്താണ് കൊച്ചിൻ ആർട്സ് കോളേജിൽ പഠിക്കുന്നത്. അങ്ങനെ കലാഭവനിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങനെ മറ്റേ മുദ്രപത്രമൊക്കെ കൊണ്ടുവന്ന് ഒപ്പിടിക്കാൻ വേണ്ടി എഗ്രിമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു പഠിക്കുകയാണ്, കാരണം 2nd ഗ്രൂപ്പ് എടുത്തിട്ട് പാളി നിൽക്കാണ്. അപ്പൊ 3rd ഗ്രൂപ്പ് എടുത്ത് ഞാൻ സ്വന്തം റിസ്ക് പഠിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എഗ്രിമെന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സന്തോഷം അവിടെ പോയി. സന്തോഷം എഗ്രിമെന്റ് ചെയ്തു. അപ്പൊ എനിക്ക് പിന്നെ ആളില്ല, സന്തോഷം പോവാണ്. അപ്പൊ ഞാൻ ഈ നാദൃഷ ഈ ഓസ്കാർ അല്ല മറ്റേ കുനുമാവ് സാക്സിലേക്ക് പാടുമ്പോൾ ഞങ്ങൾ മിമിക്രിക്ക് ചെല്ലുമ്പോൾ നാദൃഷ അരച്ച സന്തനം, രാസാത്തി 1 എന്നൊക്കെ പറഞ്ഞ ആ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ പാടി അവൻ അങ്ങോട്ട് ഹിറ്റാണ്. പയ്യനാണ്, നല്ല ശ്രദ്ധേയനായി. നല്ല തമിഴ് ഗായകൻ, ഗംഭീര ഗായകൻ. അപ്പൊ അവൻ ഏലൂരാണല്ലോ. അപ്പം ഞാൻ നാദൃഷയോട് പറഞ്ഞടാ, ജോർജ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അവിടെ, അപ്പോൾ ജോർജിനെ ഒന്ന് പരിചയപ്പെടുത്താൽ ഈ സന്തോഷ കലാഭവനിൽ പോകണം. അപ്പോൾ ജോർജിനെ ഒന്ന് പരിചയപ്പെട്ടിരുന്നാൽ കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ കുഴപ്പം? അങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷിനും എനിക്കും ഏലൂര് ഒരു ലൈബ്രറിയിൽ പ്രോഗ്രാം വരാണ്. അവിടെ നാദൃഷ ജോർജിനെ കൊണ്ടുവരാണ് ഇങ്ങനെ. അപ്പോൾ ജോർജിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. എന്നിട്ട് ജോർജ് എനിക്കൊരു ഇല്ലൻ്റിൽ കത്തെഴുതാണ്, രക്ഷപ്പെടുത്തണം. എനിക്ക് കത്തെഴുതുന്നു ഇല്ലൻ്റിൽ, ഞാൻ ആ കത്ത് രക്ഷപ്പെടുത്തണം, നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ കത്ത് ഒരു ഭയങ്കര നിധി പോലെ സൂക്ഷിച്ചതാണ്. പക്ഷെ പ്രളയത്തിൽ ആ കത്ത് പോയി.
പോയി. ഈ 10-18 വരെ ഞാൻ സൂക്ഷിച്ചു വെച്ച കത്താണ്. ഇടയ്ക്കെങ്കിലും ജോർജേട്ടനെ വിളിച്ച് പറയോ നീ എന്നെ രക്ഷപ്പെടുത്താറുണ്ടോ? അതൊക്കെ അദ്ദേഹം അവരൊക്കെ വലിയ കലാകാരന്മാരാകേണ്ടവര്, നമ്മളതൊരു നിമിത്തമായി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജോർജിനെ നമ്മളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ജോർജും ഞാനും കൂടി റിഹേഴ്സൽ നടത്തണം. റിഹേഴ്സൽ നടത്താൻ വേണ്ടിയിട്ട് ജോർജിൻ്റെയൊക്കെ ഒരു സുഹൃത്ത്, ഒരു ലാലുണ്ട്. ലാലിൻ്റെ വീടിൻ്റെ മുകളിൽ, ലാലിൻ്റെ പെങ്ങൾ ഒരു ശ്രീലത, നല്ല പാട്ടുകാരിയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ റിഹേഴ്സൽ നടത്തണം. അപ്പോൾ ജോർജിന് ഈ തബലയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് മിമിസ് ഗാനമേളയുടെ ഒരു ബീജാവാപം എന്ന് പറയാം, എസ് ജാനകിയുടെ വോയിസിൽ ഞാൻ പാട്ട് പാടും. എസ് ജാനകിയുടെ വോയിസ് ഒന്നും വേണ്ട, ഒരു ഫീമെയിൽ വോയിസ്. പക്ഷെ നമ്മൾ പറയണത് എസ് ജാനകി എന്നൊക്കെയാണ്, അങ്ങനെ പറയും. അപ്പോൾ ജോർജ് ഇങ്ങനെ തബല വായിച്ചു. അപ്പം ഞാൻ കസ്തൂരിമാൻ ഗുരുന്നേ ആ പാട്ട് പാടിയപ്പോൾ ജോർജ് തബല വായിച്ചു. അപ്പോൾ നാദൃഷ അവിടെ വെറുതെ ഇങ്ങനെ കട്ടിലും ഇരിക്കുകയാണ്. റീമ്യൂസിക് വായിക്കും നാദൃഷനെ നമ്മൾ പിക്ചറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും ജോർജും എഴുതി നടത്താണ്. പക്ഷെ ഇവർ ഈ അടുത്ത പാട്ട് പാടിയപ്പോഴും അവനും സംഗതി വീണ്ടും വായിച്ചു. അപ്പൊ നോക്കിയപ്പോ കേൾക്കാൻ മൊത്തം നല്ലൊരു സുഖം. അപ്പൊ ഞങ്ങൾ പറഞ്ഞേടാ അങ്ങനെയാണെങ്കിൽ നീ കൂടി മിമിക്രിക്ക് പാടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറ്റില്ല എടാ നിനക്ക് ഗാനമേള കൊടുക്കണേക്കാളും കൂടുതൽ കാശ് നമ്മൾ തരാം, നീ വാ. അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് റിഹേഴ്സൽ ചെയ്ത്, അന്ന് മൊല്ലാക്ക പട്ടീനെ ഓടിച്ചിട്ട് മറ്റേ പട്ടിറച്ചി ചീറ്റിങ്ങനെ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഐറ്റമൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഓഗസ്റ്റ് 15 85 ഒരു ഓഗസ്റ്റ് 15 അശോകപുരത്ത് ഒരു ഓഡിറ്റോറിയം, ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ആലുവ അശോകപുരത്ത് ആദ്യത്തെ വേദി. ഞാനും ജോർജും നാദർഷി. അങ്ങനെ വന്നപ്പോൾ കച്ചേരിയൊക്കെ അന്ന് അവതരിപ്പിച്ചു. അന്ന് കച്ചേരിയിൽ ഞാൻ പാടി, നാദർഷ വയലിൻ, ജോർജ് മൃദംഗം. അങ്ങനെ കച്ചേരി ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. അവിടെ പരിപാടി ഗംഭീരമായിട്ട് വിജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ഓഗസ്റ്റ് 15 കഴിഞ്ഞിട്ട് പിന്നെ ചതയത്തിന് അങ്കമാലി SNDPയുടെ പരിപാടി, ഗംഭീരജനം. അവിടെ നമുക്ക് പ്രോഗ്രാം കിട്ടാം. അങ്ങനെ നാസ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് SNDPയുടെ അങ്കണത്തിൽ ഞാനും ജോർജും നാദർഷയും രണ്ടാമത്തെ സ്റ്റേജ് മിമിക്രി അവതരിപ്പിക്കുകയാണ്. കുറേ നേരമൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ തബലയ്ക്കൊക്കെ പ്രാധാന്യമുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, ബാലെ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അന്നെല്ലാം അത് ലൈവ് വായിക്കായിരുന്നു. ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ചുണ്ടനൊക്കെ. അതെ ഇതൊരു ബാലെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഭയങ്കര പ്രശ്നം. എന്താന്ന് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തബലെടുത്ത് മാറ്റാ എന്നിട്ട് പരിപാടി നടത്തുന്നു. അപ്പം നോക്കിയപ്പോൾ ഈ ജോർജ് തബല ഡിറ്റോ അല്ലേ, അതിങ്ങനെ നടത്തണം കണ്ടിട്ട് കലിപ്പിളകിയിട്ടേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും ഒരാളും കൂടി വാ എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിൻ്റെ അവിടെ നിർത്തി ജോർജിൻ്റെയും മൈക്കും കൊടുത്ത് അങ്ങോട്ട് തബല വായിക്കാൻ തുടങ്ങി. ജോർജ് തബല അങ്ങോട്ട് പെരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ കയ്യടി ബഹളം. അന്ന് തന്നെ നമ്മൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ പോസ്റ്റർ അടിച്ചു, സാനിസ എന്ന് പറഞ്ഞിട്ട് ഞാനും ജോർജും നാദർഷി. കൊച്ചിൻ സാനിസ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം അടങ്ങുന്ന ഒരു ഉഗ്ര ടീം. അടിപൊളി. ജാതി നോക്കിയിട്ടല്ല പറഞ്ഞത്, കൂട്ടായ്മ. എവിടെ ചെന്നാലും അതൊരു ടോക്കായിരുന്നു. കാരണം നിങ്ങൾ 3 പേര്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം മിമിക്രി ചെയ്തിട്ടും ഞാനും നാദർഷയും ജോർജും ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടിയുടെ ആ ഒരു സുഖം ഇതുവരെ ഒരു ട്രൂപ്പിലും എനിക്ക് കിട്ടിയില്ല.